3 വർഷങ്ങൾക്ക് മുമ്പ് ഋഷഭ് പന്തിൻ്റെ പോരാട്ട വീരത്തിൽ ഗാബയിലെ ഒരിക്കലും തകർക്കപ്പെടില്ല എന്ന് കരുതിയ കോട്ട ഇന്ത്യക്കാർ പോയൊന്ന് തകർത്തിട്ട് വന്നു. 3 വർഷങ്ങൾക്കിപ്പുറം കരീബിയൻ നാടിൽ നിന്നും 30 വർഷങ്ങൾക്ക് ശേഷം വെസ്റ്റ് ഇന്ത്യൻ ടീം വീണ്ടും ഗാബയിലെ കോട്ട തകർത്തിരിക്കുകയാണ്. അതെ, ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഓസ്ട്രേലിയൻ ടീം പിങ്ക് ബോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ തോൽവി അറിഞ്ഞിരിക്കുകയാണ്. അതും ആരുടെ മുന്നിൽ നിന്നല്ലേ? ഒരു കരീബിയൻ ക്രിക്കറ്ററിൻ്റെ മുന്നിൽ, ഷമർ ജോസഫിൻ്റെ മുന്നിൽ. ആരാണ് ഈ ഷമർ ജോസഫ്? ഇത്രയും നാൾ കേട്ടിട്ടില്ലാത്ത ഈ ഒരു പേര് ഇത്ര പെട്ടെന്ന് ഇത്രയധികം ചർച്ചയാവാൻ കാരണം എന്താണ്? ഷമർ ജോസഫിനെ കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാം. ന്യൂ ആംസ്റ്റർഡാമിൽ നിന്നും ഏകദേശം 225 കിലോമീറ്റർ ദൂരെ ഏകദേശം 2 ദിവസം ബോട്ടിലൂടെ യാത്ര ചെയ്ത് മാത്രം എത്താൻ കഴിയുന്ന ബരാക്കറ എന്ന് പറയുന്ന വെറും 350 ആളുകൾ മാത്രം താമസിക്കുന്ന ഗയാനയിലെ ഒരു വില്ലേജ്. ഗയാനയിലെ ബരാക്കറ വില്ലേജിനെ കുറിച്ച് കൂടുതൽ പറയാനാണെങ്കിൽ വെറും 350 ആൾക്കാർ മാത്രം പോപ്പുലേഷനുള്ള, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി തീരെ ഇല്ലാത്ത, ഏകദേശം 2018 വരെ മൊബൈൽ കണക്ടിവിറ്റി പോട്ടെ, മൊബൈൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാത്ത ഒരു ജനസമൂഹം. അവിടെയാണ് ഷമർ ജോസഫ് ജനിച്ചതും വളർന്നത്. കുഞ്ഞിലെ തന്നെ ആംബ്രോസിനെയും വോൾഷിനെയും എല്ലാം സ്വന്തം റോൾ മോഡൽസായിട്ട് കണ്ടിട്ട് പന്തിൻ്റെ രൂപത്തിലുള്ള എന്തും വെച്ചിട്ട് പന്തറിയാൻ പ്രാക്ടീസ് ചെയ്തൊരു വ്യക്തിയായിരുന്നു ഷമർ ജോസഫ്. പന്തിൻ്റെ രൂപത്തിലുള്ള എന്തെന്ന് പറയുമ്പോൾ നാരങ്ങ ആയിക്കോട്ടെ, ഓറഞ്ച് ആയിക്കോട്ടെ, കല്ലുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ടേബിൾ ആയിക്കോട്ടെ, അങ്ങനെ എന്ത് തന്നെ കിട്ടിയാലും അതൊക്കെ വെച്ചിട്ട് പന്തറിയാൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഷമർ ജോസഫ്. വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലാണ് ഷമർ ജോസഫ് ജനിച്ചത്. ഞായറാഴ്ചകളിൽ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോകുന്നതിനേക്കാൾ അവർ ഇഷ്ടപ്പെട്ടിരുന്നത് തൻ്റെ മകൻ പള്ളിയിൽ പോകുന്നതിനോടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനും മറ്റുമൊക്കെ ഷമർ ജോസഫിന് കിട്ടിയ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഷമർ ജോസഫിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചൊരു സംഭവം നടക്കുന്നത്. 2014 ഡാമിയൻ വാണ്ടൽ എന്ന് പറയുന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ, പുള്ളിക്കാരൻ തൻ്റെ ഏർലി സ്റ്റേജിൽ തന്നെ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങിയതാണ്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ. അങ്ങനെ ഇരിക്കെ 2014 ഡാമിയൻ വാണ്ടൽ എന്ന് പറയുന്ന ഈ ക്രിക്കറ്റ് കളിക്കാരൻ ഷമർ ജോസഫിനെ കാണാനും ഷമർ ജോസഫിൻ്റെ കഴിവിൽ അദ്ദേഹം വളരെയധികം ഇമ്പ്രസ് ആവുകയും ചെയ്തു. അങ്ങനെ ഷമർ ജോസഫിൻ്റെ ക്രിക്കറ്റ് ടാലൻറ്റ് കൂടുതൽ വളർത്തിയെടുക്കാനായിട്ട് ഗയാന ക്രിക്കറ്റ് ടീമിലേക്ക് ഷമർ ജോസഫിനെ എടുക്കുകയും അവിടെ ഷമർ ജോസഫിന് വേണ്ട കോച്ചിങ് നൽകുകയും ചെയ്തു. ഷമർ ജോസഫിൻ്റെ ഫീൽഡ് പെർഫോമൻസ് വളരെ ഇമ്പ്രസീവ് ആയിരുന്നു. എന്താണോ അദ്ദേഹത്തിന് കൊടുക്കുന്ന ടാസ്ക് അതിൻ്റെ ഒരു 10 ഇരട്ടി ചെയ്യാൻ അദ്ദേഹം വില്ലിങ് ആയിരുന്നു. 10 റൗണ്ട് ഓടാൻ പറഞ്ഞ് 20 റൗണ്ട് ഓടിയിട്ട് വരുന്ന പയ്യൻ. ആ പുള്ളിയുടെ ക്രിക്കറ്റിനോടുള്ള പാഷനെ ഡാമിയൻ വാണ്ടൽ അത്രയധികം മനസ്സിലാക്കിയിരുന്നു. ആ ഇടയ്ക്കാണ് ഗയാന ക്രിക്കറ്റ് ക്ലബിൻ്റെ ഹെഡ് കോച്ചായിട്ട് ക്രാൻഡൻ വരുന്നത്. ക്രാൻഡനോട് ഷമർ ജോസഫിനെ വളർത്തിയെടുക്കേണ്ട ആവശ്യകതയും അദ്ദേഹത്തിൻ്റെ ക്രിക്കറ്റിനോടുള്ള പാഷനെയും കുറിച്ച് ഡാമിയൻ വാണ്ടൽ അധികമായിട്ട് പറയുകയും ക്രാൻഡൻ്റെ സ്പെഷ്യൽ കോച്ചിങ് ഈ പറയുന്ന ഷമർ ജോസഫിന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് മുസ്ലിം യൂത്ത് ഫെഡറേഷൻ്റെ ഒരു ക്രിക്കറ്റ് മാച്ചിൽ ഷമർ ജോസഫ് പങ്കെടുക്കുന്നത്. താൻ എറിഞ്ഞ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് കീപ്പറിൻ്റെ കൈ ഫ്രാക്ചറാക്കി ഷമർ ജോസഫ്. ഷമർ ജോസഫിൻ്റെ ബോളിങ്ങിൻ്റെ വേഗത അന്ന് തന്നെ ഗയാന മൊത്തം അറിഞ്ഞു. ഇതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. തൻ്റെ ജീവിതമാർഗ്ഗമായി ഷമർ ജോസഫ് ചെയ്തുകൊണ്ടിരുന്നത് മരം മുറിക്കലായിരുന്നു. അങ്ങനെ ഒരിക്കൽ മരം മുറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മരം ഷമർ ജോസഫിൻ്റെ ദേഹത്തേക്ക് വീഴാൻ പോയി. എന്തോ ഭാഗ്യത്തിന് അദ്ദേഹം അതിനെ രക്ഷപ്പെടുകയും ചെയ്തു. അതോടുകൂടി മരം വെട്ടൽ എന്ന പരിപാടി അദ്ദേഹം നിർത്തി. 2021 വരെ ഷമർ ജോസഫ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് പോലും കളിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. 2021 ആദ്യമായിട്ട് അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നത്. 2021 ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ് കളിക്കുന്നതിൻ്റെയൊക്കെ ഭാഗമായി ഗയാനയിൽ നിന്നും ന്യൂ ആംസ്റ്റർഡാമിലേക്ക് മാറുകയും അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് അദ്ദേഹം ജോലി നോക്കി. 2023 ആയപ്പോഴത്തേക്കും പോരാ, ഇനി കുറച്ച് കൂടുതൽ ഫോക്കസ് ക്രിക്കറ്റിലേക്ക് കൊടുക്കണം എന്ന് വിചാരിച്ച് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ജോലിയും ഉപേക്ഷിച്ച് അദ്ദേഹം ക്രിക്കറ്റിൽ സ്ഥിരമായി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. 2024 തൻ്റെ ആദ്യ മാച്ചിൽ തന്നെ ഒരു 5 നേടുകയും തൻ്റെ ആദ്യ വിക്കറ്റ് വേറെ ആരുടെയുമല്ല സ്മിത്തിൻ്റെ വിക്കറ്റ് എടുക്കുകയും ചെയ്യുന്നു. തൻ്റെ രണ്ടാമത്തെ ടെസ്റ്റിൽ, ആദ്യ ടെസ്റ്റ് അഡ്ലേഡിലാണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റ് ഗാബയിൽ, ആദ്യത്തെ ടെസ്റ്റിൽ 5 വിക്കറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ 7 വിക്കറ്റ്. അതും ആ 7 വിക്കറ്റ് എടുക്കുന്ന കളിയുടെ തൊട്ട് മുമ്പത്തെ ദിവസം മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഒരു പന്ത് അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ടോയിൽ വന്ന് ഇടിക്കുകയും ടോ അനക്കാൻ പറ്റാത്ത വേദന ആവുകയും ചെയ്തു. പിറ്റേ ദിവസം അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുമോ എന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. പക്ഷേ ആ വേദന സഹിച്ച് അദ്ദേഹം ഗ്രൗണ്ടിൽ ഇറങ്ങുകയും 10 ഓവർ കണ്ടിന്യൂസ് എറിയുകയും ചെയ്തു. അദ്ദേഹം എറിയുന്ന സമയത്ത് ക്യാപ്റ്റനോടൊത്തൊരു വാക്കുണ്ടായിരുന്നു, ഓസ്ട്രേലിയയുടെ അവസാന വിക്കറ്റ് വീഴുന്നത് വരെയും താൻ പന്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ വേദന സഹിച്ച് അദ്ദേഹം എടുത്ത 7 വിക്കറ്റുകളാണ് ഗാബയിലെ കോട്ട തകർത്ത് 1997 ശേഷം ആദ്യമായി ഓസ്ട്രേലിയയെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഗാബയെ തോൽപ്പിക്കാൻ കഴിയുന്നത്. 1997 ശേഷം ഇങ്ങനൊരു വിജയം നേടാൻ പറ്റിയതിൻ്റെ ചാരിതാർത്ഥ്യം കമൻറ്റേറ്ററായിരുന്ന ബ്രയൻ ലാരയുടെ മുഖത്തും കാണാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞത് നമ്മൾ കണ്ടതാണ്. സന്തോഷം കൊണ്ട് ഷമർ ജോസഫിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഷമർ ജോസഫിന് ഇപ്പോഴും സ്വന്തം നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം 2 ദിവസത്തോളം ബോട്ട് യാത്ര, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലം. അവിടെ നിന്നും ഇങ്ങനെ ഒരു കറുത്ത വർഗ്ഗക്കാരൻ, ഒരു കരീബിയൻകാരൻ ഇന്ന് ക്രിക്കറ്റിൻ്റെ സെൻസേഷനായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോകകപ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമമായ കാര്യം എന്താണെന്നറിയാമോ? ആദ്യത്തെ 2 ലോകകപ്പുകൾ വിജയിച്ച വെസ്റ്റ് ഇൻഡീസ് കഴിഞ്ഞ ലോകകപ്പിന് ക്വാളിഫൈ പോലും ചെയ്തില്ല. കളിക്കാരെല്ലാം പണത്തിനും
പ്രതാപത്തിന് പുറകെ പോയപ്പോൾ വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുന്ന ലോകം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടേക്കാണ് ഷമർ ജോസഫ് നടന്നു കയറുന്നത്. വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെൻറ്റ് ഇദ്ദേഹത്തെങ്കിലും നല്ല രീതിയിൽ, കാരണം വെസ്റ്റ് ഇൻഡീസിൽ ടാലൻറ്റിന് കുറവൊന്നുമില്ല, വെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇദ്ദേഹത്തെ വളർത്തിക്കൊണ്ട് വരട്ടെ, നമുക്ക് ഒരു ഇതിഹാസത്തെ ലഭിക്കട്ടെ. ഷമർ ജോസഫിൻ്റെ ലൈഫ് സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.